ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് 12 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ റിലേഷൻഷിപ്പും കരിയറുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. ദ ടവർ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ഹെറോഫൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ടവറാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം എൻഡ് ആയിട്ടുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പ് നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു വ്യക്തിയോടൊപ്പം ഉള്ള റിലേഷൻ ആയിരിക്കാം. അത് നിങ്ങൾ അത്രയും സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ഇവരാണെന്ന് പറഞ്ഞ് അത്രയും പ്രതീക്ഷിച്ച് എല്ലാ ടൈമും പണവും എല്ലാം നിങ്ങളുടെ എനർജിയും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത്രയും ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് ഒരു ടവർ വന്നപ്പോൾ നിങ്ങൾ അത്രയും തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ടവർ എന്ന് പറയുമ്പോൾ അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള എൻഡിങ് അല്ല. പക്ഷേ ഒരു ടവർ വരുമ്പോൾ അവിടെ ഒരു സെപ്പറേഷനോ ഒരു അകൽച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 12 പോർട്ടൽ നിങ്ങൾക്ക് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻറ്റും മണി, അതുപോലെ ഒരു ഹാപ്പി ഫാമിലി എല്ലാം കുറിക്കുന്നതാണ്. കിങ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഗ്രോത്ത് വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കും സ്നേഹവും ഒരു പരസ്പരം ഒത്തൊരുമയൊക്കെ വരും എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഒരു സക്സസ്സും അത് കുറിക്കുന്നതാണ്. അങ്ങനെ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് ഉള്ളിനുള്ളിൽ എസ് ആണ്. പക്ഷേ ചിലപ്പോൾ സിറ്റുവേഷൻസ് കാരണവും പല പ്രശ്നങ്ങൾ കാരണവും ചിലപ്പോൾ ഒരു സെപ്പറേഷനോ അകൽച്ചയോ എൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളോട് സ്റ്റേബിളായിട്ട് നിൽക്കണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങൾ ആഗ്രഹിക്കും പോലെ അത്രയും ഒരു ഹാപ്പി ഫാമിലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ ചിലപ്പോൾ അതൊന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളോട് ഇതിനു മുമ്പേ എങ്ങനെയൊക്കെ ആണെങ്കിലും. പക്ഷേ ഇവിടെ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ ബിഗിനിങ്സ് വരും. ഇപ്പോൾ ദ ഹാങ്ഡ് മാൻ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. പക്ഷേ ആ സിറ്റുവേഷനെല്ലാം മാറി വരും. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ആ വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തന്ന് സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം വളരെ സ്നേഹത്തോട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു എൻഡിങ് വരുമ്പോഴാണ് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം എന്താണ്, അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. തിരിച്ചറിവ് അവർക്ക് വരും എന്നാണ് കാണുന്നത്. അതിലേക്ക് ഹെറോഫൻ്റ് വന്നിട്ടുണ്ട്. അവർ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കുറേ പാഠങ്ങളുണ്ടാവും. ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ കുറേ നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവാം, വഴക്ക് കൂടിയിട്ടുണ്ടാവാം, കരഞ്ഞിട്ടുണ്ടാവാം, എന്തൊക്കെ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതല്ല, അവർ പഠിച്ച സമയമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം വരുന്നതാണ് ഈ ഏസ് ഓഫ് കപ്സ്. പല കാര്യങ്ങളും ചൂസ് ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്യാതെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്ത് നിന്നെടുത്തെന്നെല്ലാം അവർക്ക് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. ടവറും പറയുന്നത് അതാണ്. പ്രതീക്ഷിച്ചതൊന്നും നടന്നിട്ടില്ല അവർക്ക്. ഇനി നിങ്ങളുടെ ലൈഫ്, കരിയർ, ജനറലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലോ എന്തെങ്കിലും അതിലെന്താണ് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ ഇനി വേറെ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഹൈ പ്രിസ്റ്റസ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. സോ ഭാരങ്ങൾ, ഇതുവരെ നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന ഭാരമെല്ലാം ഇറക്കി വയ്ക്കാൻ സമയമായി. അതായത് നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ തന്നെ ആ ഭാരങ്ങളെല്ലാം എടുത്ത് ചുമന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവാം. ഇറക്കി വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ നിന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാം. ചിലപ്പോൾ ആ വ്യക്തി നമുക്കൊന്നും തന്നില്ലെങ്കിൽ ആ വ്യക്തിയെ വിട്ടിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കത് പറ്റിയെന്ന് വരില്ല. ചില വ്യക്തികളുടെ കാര്യത്തിലായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ ജോലി ഭാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വർക്കിലോടോ ഒക്കെ ആയിരിക്കാം. അതെല്ലാം നമുക്കൊരു ഭാരമായിട്ടിരുന്ന് അത് ഇറക്കി വെക്കണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ 12 പോർട്ടൽ കഴിയുമ്പോൾ അതിനെല്ലാം ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നിങ്ങളൊന്ന് ഫ്രീ ആവും. അതിനെല്ലാം ഒരു എൻഡിങ് വരും. ആ എന്ന് പറയുമ്പോഴേ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. 10 കഴിഞ്ഞിട്ട് വരുന്നത് 1 ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരെ ആ കഷ്ടങ്ങൾക്കെല്ലാം ഒരു അവസാനം വരുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നമ്മുടെ
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ സെൽഫ് ലവ് ചെയ്യണം. വളരെ എപ്പോഴും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ആരുണ്ടോ ഇല്ലയോ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ വർക്ക്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാരണം നമുക്കങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഹാപ്പിനെസ് വരും, സന്തോഷം വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു സെൽഫ് ലെവൽ എത്തിച്ചേരും, അല്ലെങ്കിൽ സെൽഫ് ലെവൽ എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് പറയുക. നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കും സെൽഫ് ലവ് ചെയ്താൽ നമ്മുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധങ്ങൾ നമ്മൾ നകന്നു പോകുന്നു. എന്നാൽ നമ്മൾ എപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം നമ്മിലേക്ക് അട്രാക്റ്റായി വരും. സോ നിങ്ങളടുത്ത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യൂ. അല്ലെങ്കിൽ പിന്നെ ഹൈ പ്രിസ്റ്റസും വന്നിട്ടുണ്ട്. ഹൈ പ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സ്പിരിച്വലിയൊക്കെ ഇപ്പോൾ അറ്റാച്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നേരത്തെ എല്ലാം നമ്മൾ ചില പ്രശ്നങ്ങളും എൻഡിങ്ങും സെപ്പറേഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നതും പ്രാർത്ഥന, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മൾ എത്തുന്നത് ഇങ്ങനത്തെ എൻഡിങ്ങും സെപ്പറേഷനും ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കരിയറിലായാലും പല കാര്യങ്ങളിൽ നിങ്ങൾ കുറേ അതിലെല്ലാം അറിവ് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ആത്മീയതയെല്ലാം വർദ്ധിച്ച് നിങ്ങൾ ഒരു ശരിക്കുള്ള പാതയിലോട്ട് പോകുമെന്നാണ് കാണുന്നത്. 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുമെന്നാണ് കാണുന്നത്. അതിപ്പോൾ കുറച്ച് പേർക്ക് ഒരു ഓഫർ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് വരുമെന്നാണ് കാണുന്നത്. അത് ജോബിലാവാം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് വരും, ഒരു മെസ്സേജ് വരും എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്കൊക്കെ യാത്രകൾ കാണുന്നുണ്ട്. നിങ്ങൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യാത്ര പ്രതീക്ഷിക്കാം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരും എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ജോബിലോ കരിയറിലോ ഒക്കെ നിങ്ങൾ എന്ത് കാര്യത്തിലായാലും അതിനുവേണ്ടി തുടക്കമിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ സക്സസ് വരും. അതുവഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വരുന്നത്. ജോലിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തിരിക്കുന്നവർക്ക് അതിലുള്ള ഓഫർ ആയിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ അഥവാ എന്തെങ്കിലും തുടങ്ങി ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഇനി ഒരു മണി ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്താലും അത് മുഖേനയും നിങ്ങൾക്ക് പണം വരും എന്നാണ് കാണുന്നത്. അബണ്ടൻസ് വരും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, നിങ്ങൾ ചെയ്യുന്ന കാര്യം മുഖേന നിങ്ങൾക്ക് പുതിയ തുടക്കം വരും. ഇതും പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് കാണുന്നത്. ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓറക്കിൾ കാർഡ്സ് കൂടെ നോക്കട്ടെ. Peaceful resolution within the next few months. Ask your angels. പീസ്ഫുൾ റെസൊല്യൂഷൻ. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഒരു ഡോക്യുമെൻറ്റ്സ്, വസ്തു തർക്കം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നമായാലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതിലെല്ലാം ഒരു സമാധാനവും സന്തോഷവും വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ കഷ്ടങ്ങളെല്ലാം മാറി അതെല്ലാം റീപ്ലേസ് ആവും. നിങ്ങളുടെ ലൈഫിൽ സക്സസും സന്തോഷവും വരും, ഒരു സമാധാനം വരും എന്നാണ് കാണുന്നത്. പിന്നെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾ എന്തെങ്കിലും കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിലായാലും ബാക്കിയുള്ള കാര്യങ്ങളല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നെങ്കിൽ അതിന് നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ ആസ്ക് യുവർ ഏഞ്ചൽസും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.